ഹായ് ഹലോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചട്ടത്തിൽ ഹോൾ ഇടുന്ന വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ പറഞ്ഞ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മെഷീൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുകയാണ്. റൂട്ടർ നമുക്ക് പരിചയപ്പെടാം ആദ്യം. ഇതെന്ന് പറയുന്നത് പൗടെക്സ് എന്ന കമ്പനിയുടെ റൂട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ 1600 വാട്ട്സിൻ്റെ 23,000 RPM വർക്ക് ചെയ്യുന്ന റൂട്ടറാണിത്. നമ്മൾ നോർമൽ റൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ 1300 1200 വാട്ടിൻ്റെ 22,000 RPM വർക്ക് ചെയ്യുന്ന റൂട്ടറാണ് സാധാരണ നോർമൽ റൂട്ടർ. പക്ഷേ ഇത് ചട്ടത്തിൻ്റെ തൊളിയിടാനുണ്ട് കൂടുതൽ ഹെവി ലോഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും വാട്ട്സിൻ്റെ റൂട്ടറെങ്കിലും നമുക്ക് യൂസ് ചെയ്യണം. നമ്മളിതിൻ്റെ മൂവ്മെൻറ്റ് സെറ്റിങ്സിനെ കുറിച്ചാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് 5 മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പിന്നെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും. അതുപോലെ തന്നെ ചട്ടത്തിൻ്റെ തുളയുടെ താഴ്ചയും ഇത് അനുസരിക്കാനായിട്ട് ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മൂവ്മെൻ്റ് എല്ലാം നമ്മൾ ആംഗിൾ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോർണർ ഷേപ്പിലാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പാകത്തിന് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യുമ്പോഴും പുറത്തേക്ക് പോകും അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിന് സ്റ്റോപ്പറും വരുന്നുണ്ട്. നമ്മുടെ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് വരുന്ന സ്റ്റോപ്പറാണിത്. നമ്മൾ ലെഫ്റ്റിൽ ഓടിച്ചാലും ഈ സ്ക്രൂ ഇവിടെ തട്ടി നിൽക്കും, റൈറ്റിൽ ഓടിക്കുമ്പോൾ ഈ സ്ക്രൂ ഇവിടെ തട്ടിക്കും. ഈ സ്ക്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ തുളയുടെ നീളം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നത്. ആ സെയിം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഹോളിൻ്റെ ആഴത്തിന് വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്റ്റോപ്പർ വരുന്നത്. അതിനുള്ള ബോൾട്ടാണ് ഇത്. ഈ മെഷീൻ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് നിന്നാണ് ഏറ്റവും എളുപ്പത്തിൽ ഈ മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒരു മേശ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഫ്ലൈവുഡിൻ്റെ ബോക്സ് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഈ മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത സെറ്റിങ്സ് വരുന്നതാണ് ഈ മൂവ്മെൻറ്റ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലൈഡ് ചെയ്താണ്. ഇവിടെ നമുക്ക് 2 നട്ടുകൾ കാണാം. ഈ നട്ട് ലൂസ് ചെയ്ത് താഴത്തേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് ആക്കാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹോളിൻ്റെ ഇപ്പോൾ സെൻറ്ററിലാണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ താഴത്തേക്ക് വരണമെങ്കിൽ അതനുസരിച്ചും ഇത് സെറ്റ് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചട്ടത്തിൻ്റെ കനം കൂടുന്നതനുസരിച്ച് നിങ്ങൾ ഹോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ ബിറ്റുകളാണ് അതിന് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നോർമൽ ജനലത്തട്ടത്തിന് യൂസ് ചെയ്യുന്ന ബിറ്റുകളാണ്. 10 mm ബിറ്റാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ കതകിൻ്റെയൊക്കെ ചട്ടങ്ങൾ വരുമ്പോൾ അതിന് കുറച്ച് കനം കൂടുതൽ വേണം കുടുമയ്ക്ക്. അപ്പോൾ അതിനനുസരിച്ച് ചട്ടത്തിൽ ഹോൾ ഇടുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ. ഇതിപ്പോൾ 12 mm ബിറ്റാണ് വരുന്നത്. അങ്ങനെ ബിറ്റ് മാറ്റി നമുക്ക് ഇതിന് ഹോൾ ഇടാൻ സാധിക്കും. നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ബിറ്റാണ് വരുന്നത് ആ ബിറ്റിൻ്റെ കനത്തിനാണ് നമുക്ക് ഇതിൻ്റെ കുടുമയുടെ തുള നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ആ ബിറ്റിൻ്റെ കനത്തിനനുസരിച്ചാണ് നമ്മൾ ഈ കട്ടവരവുകൾ സെറ്റ് ചെയ്ത് വെച്ചത്. നോർമലായിട്ട് ഈ കട്ടവരവുകൾ നല്ല പാട് നോക്കി നല്ല പാടിൽ വെച്ച് നമ്മൾ 2 വര വരയ്ക്കും. ഈ മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആകെ കട്ടവരവുകൾ നമ്മൾ ആദ്യം ഡൈ സെറ്റ് ചെയ്യുന്നതിന് മാത്രം കട്ടവരവുകൾ ഇട്ടായി. ബാക്കി എല്ലാത്തിനും ഈ മുറി മാത്രം നമുക്ക് വരച്ചാൽ മതി. കാരണം ഇത് മെഷീൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഈ വരകളുടെ ആവശ്യം വരുന്നില്ല. കൂടാതെ നമ്മൾ ഇതിൻ്റെ സൈഡ് ഈ മെഷീനിൽ കറക്റ്റായിട്ട് തീർന്നു പോകുന്നുണ്ട്. സൈഡ് കുത്തേണ്ട ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് എല്ലാത്തിനകത്തും കട്ടവരകൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആദ്യം കട്ടവരകൾ ഇട്ടതിൻ്റെ ആ വരയുടെ അനുസരിച്ച് നമുക്ക് ഈ ബെഡ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് നമുക്ക് ഈ കുറുകെ വരയ്ക്കണ വര ഇവിടെ നമ്മൾ ഓൾറെഡി മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിവിടെ ബാക്കിൽ നിന്ന് സി ക്ലാമ്പ് ഇട്ട് വെക്കുകയാണ്. നമ്മളിപ്പോൾ നോർമൽ ഓർഡർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ ഓൾറെഡി ഈ സി ക്ലാമ്പ് ഇവിടെ ഫിക്സഡായിട്ട് വെച്ചേക്കുമായിരിക്കും. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തില്ല. നമ്മൾ ഒരു സൈഡിലേക്ക് ഇത് ചേർത്തിട്ടിട്ട് നമുക്ക് ആ 2 വരയായിരിക്കും നമുക്ക് വരുന്നത്. അതിന് ഒരു വര നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്തോരമാണ് എവിടം വരെയാണ് തുളയുടെ നീളം വേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ നമ്മൾ ഈ മെഷീനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഇവിടുത്തെ അഡ്ജസ്റ്റിംഗ് ബോൾട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഹോള് പോകത്തില്ല. സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് നമുക്കിനി ഹോളിൻ്റെ ആഴം നമുക്ക് ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫുള്ള് നൊപ്പിച്ചെടുക്കണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ലൂസ് ചെയ്തിട്ട് ഒരു സ്റ്റോപ്പറിൽ ഫുൾ ഇത് അവിടെ പോയി ഇടിച്ച് നിൽക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതോ അതിനനുസരിച്ച് ഫുൾ നൊപ്പിക്കണില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുളച്ച് നോക്കാം. നമ്മൾ ഈ മെഷീൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് ബിറ്റ് ഇറക്കിയിട്ടിട്ട് നമ്മൾ സൈഡിലേക്കും മൂവ് ചെയ്യിക്കാൻ പാടില്ല. കുറച്ച് നമ്മൾ എടുത്തെടുത്ത് പോകാനാണ് പാടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ ബിറ്റ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ തുളച്ച തുള. കറക്റ്റ് നമ്മുടെ ആ കട്ടവര പോലെ ഇട്ട കറക്റ്റിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി സൈഡ് കുത്തേണ്ട ആവശ്യമില്ല. ഈ 2 പക്കും മാത്രം പൊഴുള്ള ഉപയോഗിച്ച് കുത്തി കളഞ്ഞാൽ മാത്രം മതി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ആയിരുന്നു, 1 മിനിറ്റിൽ 10 തുള തുളയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് 1 മിനിറ്റിൽ 10 തള്ളോ എന്ന് ചോദിച്ചുകൊണ്ടൊരു കമൻറ്റ് വന്നിരുന്നു.
അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഈ തുള ഉളി കൊണ്ട് തുളയ്ക്കുവാണെങ്കിൽ മിനിമം ഒരു തുള തുളയ്ക്കണമെങ്കിൽ ഒരു 10 മിനിറ്റിൽ മേളിൽ വേണം. നമുക്ക് ആ സമയം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇത് തുളച്ചത് വളരെ സ്ലോയിലായിട്ടാണ്. നമുക്കൊരു 30 സെക്കൻഡ് പോലും വേണ്ട ഒരു തുള നമുക്ക് ഇങ്ങനെ തുളച്ചെടുക്കണമെങ്കിൽ. അങ്ങനെ വെച്ച് കൂട്ടുമ്പോൾ തന്നെ ഒരു 10 മിനിറ്റിൽ നമുക്കൊരു 20 തുളയെങ്കിലും ഇതിന് തുളച്ചെടുക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കട്ടവര പോലെ ഇടുന്ന സമയം ലാഭമുണ്ട്, അതുപോലെ തന്നെ സൈഡ് കുത്തണ സമയം ലാഭമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഈ മെഷീൻ നമ്മൾ കൈകൊണ്ട് തുളയ്ക്കുന്നതും സ്റ്റാൻഡ് വെച്ച് തുളയ്ക്കുന്ന ഡ്രില്ല് കൊണ്ടും ബെറ്റർ ആണ് ഈ മെഷീൻ. നമ്മൾ ഈ മെഷീൻ്റെ വീഡിയോ രണ്ടാമത് ഒന്നുകൂടി ഇട്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മെഷീൻ കൊണ്ട് വളരെ ഉപകാരവും സമയലാഭവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടിട്ട് എന്നോർത്താണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ രണ്ടാമതും ഇട്ടത്. ഈ മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.